ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ അതുപോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവലിംഗ് വ്ലോഗാണ്. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരു മാസം മുന്നേ പോയിട്ടുള്ള ഒരു ട്രിപ്പാണിത്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി പോയതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ രാത്രിയിൽ ഒരു ബാർബിക്യൂ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലതില്ലാത്തതുകൊണ്ട് അത് ചേർക്കുന്നില്ല. പിന്നെ ഒരു കൈപ്പിടിയിലേക്കുള്ള മല്ലിയില, പുതിനയില, ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ചെറിയതായതുകൊണ്ട് 2 എടുത്തതാണ്. നല്ല നീരുള്ളതാണെന്നുണ്ടെങ്കിൽ 1 തന്നെ മതിയാവും. പുളി ആവശ്യത്തിനുള്ള പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റിൽ നിന്ന് ഒരു 4 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ യോഗേർട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ ഒരല്പം അറബിക് മസാല അല്ലെങ്കിൽ മന്തി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ വേണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി എരിവും പുളിയും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രീൻ മസാല ആണ്. അതുകൊണ്ട് തന്നെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു ഗ്രീൻ കളറിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 കിലോ ചിക്കൻ 4 വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇത് ഫ്രീസറിലാണ് വെക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം രാത്രിയിലേക്കുള്ളതായതുകൊണ്ട് തന്നെ തണുപ്പ് പോവാണ്ടിരിക്കാനാണ് ഫ്രീസറിൽ വെച്ചിട്ടുള്ളത്. നമ്മളൊരു ഉച്ചയ്ക്ക് ആകുമ്പം യാത്ര പുറപ്പെടുന്നതാണ്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് ചിക്കൻ കേട് വരാണ്ടിരിക്കാനാണ് ഫ്രീസറിൽ വെച്ചിട്ട് ഐസാക്കിയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ദിവസം രാവിലെ അയച്ചിട്ടുണ്ട്. ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ചായയുടെ കൂടെ ബ്രെഡോ സാൻഡ്വിച്ചോ എന്തെങ്കിലും ലൈറ്റായിട്ടൊക്കെ കഴിക്കണുള്ളൂ. പിന്നെ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ വേഗം അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ലൈറ്റാക്കി. അപ്പോൾ ഇനി ചെയ്യുന്നത് കബാബ് ഉണ്ടാക്കാനുള്ള ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പരിപാടിയും കൂടെ തലേ ദിവസം രാത്രിയിൽ തന്നെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ചെയ്യാനായിട്ട് വിട്ടുപോയതുകൊണ്ട് രാവിലെ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കബാബിനുള്ള മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മസാല ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊരു ഐസ്ക്രീമിൻ്റെ ബൗളിൽ ഇട്ട് വെക്കുകയാണ്. എന്നിട്ട് ഫ്രീസറിൽ വെക്കാനാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ ഇനി മയോണൈസ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. റെസിപ്പിയൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഇനി ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാനുണ്ട്.
കുറച്ച് പരിപ്പ് വട അതുപോലെ കുറച്ച് പൊക്കവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടല നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ കടലയെല്ലാം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പ് വടയിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇതുപോലെയുള്ള യാത്രകളൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വാങ്ങിയിട്ടോ ഒക്കെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല രസമാണ്. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുക എന്നൊക്കെ പറയുമ്പം നല്ല രസമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് അങ്ങനെ പെട്ടെന്നൊന്നും വാങ്ങിക്കാനൊന്നും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമല്ല. അങ്ങനെ അടുത്തൊന്നും ഷോപ്പുകളൊന്നും ഉള്ള ഒരു സ്ഥലമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പരിപ്പ് വടയൊക്കെ റെഡി ആയിട്ടുണ്ട്, എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊക്കവട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ പരിപ്പ് വട പൊരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഓയിലിൽ തന്നെ പൊക്കവടയും കൂടെ പൊരിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചായ ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും റെഡിയായി. അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരുവിധം സംഭവങ്ങളൊക്കെ റെഡിയായി. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും വണ്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. കഴിക്കാനുള്ളതും കുട്ടികൾക്ക് കളിക്കാനുള്ളതും അതുപോലെ ഗ്രില്ല് ചെയ്യാനും എല്ലാത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് മീനിനെ പിടിക്കാൻ ചൂണ്ടിടാനുള്ള സൗകര്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കുഞ്ഞു മീനുകളൊക്കെ വാങ്ങിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അതൊക്കെ എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പോണ വഴിയിലാണ് അത് ഓർമ്മ വന്നത്, മീനെടുത്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് തന്നെ ഒരു ഡിയർ ഫീൽഡ് മാൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ച് മീനൊക്കെ വാങ്ങി, കുഞ്ഞു മീനുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് വാങ്ങിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവിടുന്ന് യാത്ര വീണ്ടും തിരിച്ചത്. അപ്പോൾ ഈ ഒരു മാൾ ശരിക്കും അടിപൊളി മാളാണ് കേട്ടോ. ഒരുപാട് കാണാനൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് കാണാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് പോയിട്ട് മീൻ വാങ്ങിയിട്ട് വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു പച്ചപ്പൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് തെങ്ങാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്നതൊന്നും ഈത്തപ്പഴത്തിൻ്റെ മരങ്ങളല്ല, ഇതെല്ലാം തെങ്ങാണ്. ഇവിടെയും തെങ്ങൊക്കെ ഉണ്ട് എന്നുള്ളത് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. അതുപോലെ തന്നെ ഇവിടെ മാവൊക്കെ ഉണ്ട്, നിറയെ മാങ്ങൊക്കെ അതിൽ കായ്ച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് നമ്മുടെ നാട് ഓർമ്മ വരുവേ. കാരണം കുറേ തെങ്ങിൻ തോപ്പും അതുപോലെ കുറേ മരങ്ങളും പിന്നെ നമ്മൾ പുഴയുടെ തീരത്തൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളൊരു സ്ഥലമാണിത്. പിന്നെ അത് മാത്രമല്ല, അധികം റഷുള്ള ഒരു ഏരിയ ഒന്നുമല്ല, വളരെ കുറച്ച് ആളുകളൊക്കെ ഉള്ളൂ. നല്ല കാമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. പിന്നെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുവരണം. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്നൊന്നും വിചാരിച്ച് വന്നാൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. കാരണം അടുത്തൊന്നും ഒരു ഷോപ്പ് പോലും ഇല്ല. അപ്പോൾ അതിനൊക്കെ തയ്യാറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ സ്വിമ്മിങ്ങിനൊന്നും അലൗഡ് അല്ല, എന്നാലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇറങ്ങാൻ പറ്റും. പിന്നെ സ്വിമ്മിങ്ങിനായിട്ട് സെപ്പറേറ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെയൊക്കെ ഇപ്പോൾ ഓപ്പൺ ആണോ നമുക്ക് അറിയില്ല. ഈ ഒരു കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. നമ്മൾ പിന്നെ സ്വിമ്മിംഗ് ഒന്നും അറിയാത്തതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളും പിന്നെ അതുപോലെ ഷാജൽ ഖാൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാജുവിന് കളിക്കാനും ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം അവിടെ എത്തി നമ്മൾ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കുകയാണ്.
അപ്പോൾ അവിടെ മീനെ എങ്ങനെ ചൂണ്ടയിടാം എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ചൂണ്ടയിടാനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊന്നും അവർക്കൊന്നും അറിയില്ല. അപ്പോൾ അവിടെ ഉള്ള ആരോടൊക്കെയോ ചോദിച്ചിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങളിവിടെ കുട്ടികളെയും കൊണ്ട് കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇറങ്ങി കുട്ടികളൊക്കെ കളിച്ചു. കൂടുതലായിട്ട് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഇനിയിപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീയൊക്കെ ഒന്ന് കൂട്ടി കണലുണ്ടാക്കിയെടുക്കണമല്ലോ, അതിനുള്ള പണിയിലാണ്. ശരിക്കും കണലായി കിട്ടാൻ നല്ല ടൈം എടുക്കും. കുറേ സമയം വെച്ച് കത്തിച്ചിട്ടാണ് കണലായി കിട്ടിയത്. പിന്നെ കണലായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, ചിക്കൻ പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ കണലൊക്കെ നന്നായിട്ട് ചൂടുള്ള കണലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കന് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം പല ടേസ്റ്റിലും നമുക്ക് കഴിക്കാൻ പറ്റി. പിന്നെ ഈ ചിക്കനൊക്കെ ആവുന്ന സമയം കൊണ്ട് ഇവർ പോയിട്ട് രാത്രിയിൽ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം വൈകിട്ടൊന്നും ചൂണ്ടിടാൻ പറ്റിയില്ല, ചൂണ്ടിട്ടപ്പോൾ ഒന്നും കിട്ടിയുമില്ല. അപ്പോൾ രാത്രിയിൽ ഇവർ പോയിട്ട് ചൂണ്ടിടാൻ പോയി. അങ്ങനെ ഒരു മീനിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ അപ്പം തന്നെ അവിടെ നിന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിനെ കൂടെ ഒന്ന് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ മീനൊക്കെ കിട്ടിയാൽ നമുക്ക് ഗ്രില്ല് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് മീനിൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും കൊണ്ടുവന്നത് കാര്യമായി, ഒരെണ്ണത്തിനെങ്കിലും എടുക്കാൻ പറ്റി. അപ്പോൾ അതവിടെ മീൻ ഗ്രില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചിക്കനും റെഡി ആവുന്നുണ്ട്, പിന്നെ കബാബും റെഡി ആവുന്നുണ്ട്. അങ്ങനെ ഓരോന്നും ഓരോ സെക്ഷനായിട്ട് എല്ലാം ഗ്രില്ല് ചെയ്തെടുത്തു. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഏകദേശം രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.